107 സങ്കീർത്തനത്തിൽ അതിൻ്റെ 6 വാക്യവും 13 വാക്യവും 19 വാക്യവും 28 വാക്യവും അത് ഒരേ വാക്യങ്ങളാണ്. അത് പ്രകാരമാണ് വായിക്കുന്നത്. അവർ തങ്ങളുടെ കഷ്ടതയിൽ യഹോവയോട് നിലവിളിച്ചു, അവൻ അവരെ അവരുടെ ഞെരുക്കങ്ങളിൽ നിന്ന് വിടുവിച്ചു. അവർ അവരുടെ കഷ്ടതയിൽ യഹോവയോട് നിലവിളിച്ചു, അവൻ അവരെ അവരുടെ ഞെരുക്കങ്ങളിൽ നിന്ന് രക്ഷിച്ചു. അതെ, 2 സ്ഥലത്ത് അവൻ അവരെ അവരുടെ ഞെരുക്കങ്ങളിൽ നിന്ന് രക്ഷിച്ചു എന്ന് കാണുന്നു. 2 സ്ഥലത്ത് അവൻ അവരെ അവരുടെ ഞെരുക്കങ്ങളിൽ നിന്ന് വിടുവിച്ചു എന്ന് കാണുന്നു. തങ്ങളുടെ കഷ്ടതയിൽ യഹോവയോട് നിലവിളിച്ചു. അവർ ഇസ്രായേൽ ജനം, അതെ, അവർ പലപ്പോഴും ദൈവത്തോട് മത്സരിച്ച് പലപ്പോഴും ദൈവകോപത്തിന് ഇരയായി തീർന്നു. പലവിധ കഷ്ടങ്ങളിൽ അകപ്പെട്ട് അവരുടെ ജീവിതം കുറഞ്ഞു താണുപോയി. ഈ സങ്കീർത്തനത്തിൽ തന്നെ നാം പല ഭാഗത്തും വായിക്കുന്നുണ്ട്. ദൈവം, സർവശക്തനായ ദൈവം, അവരെ മിസ്രയീമിൽ നിന്ന് വിടുവിച്ചു കൊണ്ടുവന്ന ദൈവം, അതെ, അവർക്ക് വേണ്ടി പല പ്രൊവിഷൻസും ചെയ്തു കൊടുത്തു. അവരെ കരുതുവാൻ അവർക്ക് മന്ന കൊടുത്തു, അവർക്ക് കാടപ്പക്ഷിയെ കൊടുത്തു, മാറായിലെ കയ്പ് ജലത്തെ മധുരജലമാക്കി മാറ്റി ഒരുപാട് നന്മകൾ അവർക്ക് വേണ്ടി ചെയ്തു കൊടുത്തു. എന്നാൽ പലപ്പോഴും ഇസ്രായേൽ മക്കൾ ദൈവത്തോട് മറുതലിച്ച് ദൈവത്തോട് കോപിച്ച് ദൈവകോപത്തിന് ഇരയായി തീർന്നു. എന്നാൽ ഇവിടെ നാം വായിക്കുന്ന ഈ വാക്യം, അത് ഈ ഒരേ സങ്കീർത്തനത്തിൽ തന്നെ 4 ഭാഗങ്ങളിലായി 4 വാക്യങ്ങളിലായി നാം ഇപ്രകാരം തന്നെ വായിക്കുന്നു. അവർ തങ്ങളുടെ കഷ്ടതയിൽ യഹോവയോട് നിലവിളിച്ചു, അവൻ അവരെ അവരുടെ ഞെരുക്കങ്ങളിൽ നിന്ന് രക്ഷിച്ചു. അതെ, യഹോവയോട് കരഞ്ഞപ്പോൾ, യഹോവയോട് നിലവിളിച്ചപ്പോൾ, സ്വർഗത്തിലെ അപ്പനോട് കരഞ്ഞപ്പോൾ, സ്വർഗത്തിലെ അപ്പന്റെ സന്നിധിയിലേക്ക് തങ്ങളുടെ കണ്ണുകൾ ഉയർത്തി കരഞ്ഞപ്പോൾ ജീവനുള്ള ദൈവം അവരുടെ പ്രാർത്ഥന കേട്ടു. അവരുടെ ഞെരുക്കങ്ങളിൽ നിന്ന് അവരെ വിടുവിച്ചു, അവരെ രക്ഷിച്ചു എന്നാണ് നാം വായിക്കുന്നത്. പലപ്പോഴും ഇവർ പലതരത്തിലുള്ളതായ പ്രതിസന്ധികളിൽ അകപ്പെട്ടു, പലതരത്തിലുള്ളതായ കഷ്ടങ്ങളിൽ കൂടി കടന്നുപോയി. എന്നാൽ ഒരുപാട് താഴ്ത്തലുകളിലൂടെ കടന്നുപോയപ്പോൾ, ഒരുപാട് പ്രയാസങ്ങളിലൂടെ കടന്നുപോയപ്പോൾ അവർക്കത് ദൈവകോപമാണെന്ന് മനസ്സിലായി. അതല്ല, ദൈവത്തിന്റെ കൃപ തങ്ങളോട് കൂടെ ഇല്ലാത്തത് കൊണ്ടാണ് തങ്ങൾ ഇത്രമാത്രം ഞെരുക്കങ്ങളിൽ കൂടി കടന്നു പോകുന്നതെന്ന് തിരിച്ചറിഞ്ഞ ഇസ്രായേൽ ജനം ഉറക്കെ കരഞ്ഞു, ദൈവസന്നിധി നിലവിളിച്ചു, തങ്ങളുടെ കഷ്ടങ്ങളിൽ നിന്ന് വിടുവിക്കണമേ എന്ന് പ്രാർത്ഥിച്ചു. അവർ കഷ്ടതയിൽ തങ്ങളുടെ ദൈവത്തോട് പ്രാർത്ഥിച്ചതായ പ്രാർത്ഥനയെല്ലാം ദൈവസന്നിധിയിലെത്തി. സ്വർഗത്തിലെ ദൈവം കരുണയുള്ള ദൈവമാണ്. അതെ, നാം അനുതാപത്തോടെ കരഞ്ഞാൽ നമ്മുടെ അനുതാപത്തിന് മറികടന്നു പോകാത്ത, അനുതാപികളുടെ പ്രാർത്ഥനയ്ക്ക് ചെവി ചായ്ക്കുന്ന ഒരു നല്ല കർത്താവാണ് നമുക്കുള്ളത്. നാം നമ്മുടെ പാപങ്ങളെ ഏറ്റുപറയുന്നുവെങ്കിൽ അവൻ നമ്മോട് ക്ഷമിച്ച് സകല അനീതിയും പോക്കി നമ്മെ വിടുവിക്കുവാൻ തക്കവണ്ണം വിശ്വസ്തനും നീതിമാനുമായ ദൈവമാകുന്നു. അതെ, നാം ഏറ്റുപറയുന്നുവെങ്കിൽ അവൻ നമ്മെ വിടുവിക്കും. നാം ഏറ്റുപറയുന്നുവെങ്കിൽ അവൻ നമ്മെ രക്ഷിക്കും. നാം വിളിച്ചപേക്ഷിക്കുന്നുവെങ്കിൽ അവൻ പ്രാർത്ഥന കേൾക്കും. ഏകദേശം 1860കളിൽ ഇംഗ്ലണ്ടിലെ കെസ്വിക്കിൽ വലിയൊരു ഗ്രാഫൈറ്റിന്റെ ശേഖരം കണ്ടുപിടിക്കപ്പെട്ടു. അതിനുശേഷമാണ് നാം ഇന്ന് കാണുന്നതായ ഈ പെൻസിൽ ഉണ്ടാക്കുവാൻ തുടങ്ങിയത്. ആദ്യമായി വ്യാവസായിക അടിസ്ഥാനത്തിൽ പെൻസിൽ നിർമ്മിച്ചത് ജർമ്മനിയിലാണ്. എന്നാൽ ആ പെൻസിൽ നിർമ്മാണത്തെക്കുറിച്ച് ഒരു കഥ ഇപ്രകാരം ഇങ്ങനെ ഞാൻ വായിച്ചു കേട്ടിട്ടുണ്ട്. വ്യാവസായിക അടിസ്ഥാനത്തിൽ പെൻസിൽ വലിയ ബൾക്കായി നിർമ്മിച്ച് അതിനെ പുറത്തേക്ക് പറഞ്ഞയക്കുമ്പോൾ അതിനെ നിർമ്മിച്ചതായ ആ കമ്പനിയുടെ ഉടമസ്ഥൻ ഒരു പെൻസിൽ എടുത്ത് തൻ്റെ കയ്യിൽ പിടിച്ചുകൊണ്ട് ആ പെൻസിലിനെ നോക്കി ഇങ്ങനെ പറഞ്ഞു എന്നാണ് ആ ചരിത്രം വിവരിക്കുന്നത്. ആ പെൻസിലിനോട് അദ്ദേഹം ഇപ്രകാരം പറഞ്ഞു, നിന്നെ ഞാൻ നിർമ്മിച്ച് പുറത്തേക്ക് അയക്കുകയാണ്. നീ ഇപ്പോൾ കാണാൻ ഭംഗിയുണ്ട്, വളരെ ഭംഗിയുള്ളവനായി ഞാൻ നിന്നെ പുറത്തേക്ക് അയക്കുന്നു. എന്നാൽ നീ ഈ 5 കാര്യങ്ങൾ മനസ്സിലാക്കിയിരുന്നാൽ മാത്രമേ നിനക്ക് വിജയകരമായി നിന്റെ ദൗത്യം പൂർത്തിയാക്കുവാൻ കഴിയുള്ളൂ. ഒന്നാമതായി അദ്ദേഹം ആ പെൻസിലിനോട് ഇപ്രകാരം പറഞ്ഞു, നീ ഒന്ന് മനസ്സിലാക്കണം, നിനക്ക് സ്വയമായി ഒന്നും ചെയ്യുവാൻ കഴിയില്ല. ശരിയാണ്, പെൻസിലിന് തന്നെത്താൻ ഒന്നും ചെയ്യാൻ കഴിയില്ല. ഏതെങ്കിലും കയ്യിൽ അമർന്നിരുന്നാൽ മാത്രമേ, ഇരുന്നാൽ മാത്രമേ, നീ വഴങ്ങി കൊടുത്താൽ മാത്രമേ നിന്നെ കൊണ്ട് പ്രയോജനം ഉണ്ടാവുകയുള്ളൂ. അല്ലെങ്കിൽ നീ വെറുതെ എവിടെയെങ്കിലും കിടന്ന് നശിച്ചു പോകും. അതെ, ആ പെൻസിൽ കമ്പനിക്കാരൻ പറഞ്ഞതുപോലെ പ്രിയപ്പെട്ടവരെ, നാം നമ്മുടെ ജീവിതത്തിലേക്ക് തിരിഞ്ഞു നോക്കിയിട്ട് നാം നമ്മുടെ സൃഷ്ടാവായ ദൈവത്തിന്റെ കരങ്ങളിൽ ഒതുങ്ങിയിരുന്നാൽ മാത്രമേ നമ്മെ പ്രയോജനപ്പെടുത്തുവാൻ ദൈവത്തിന് കഴിയുള്ളൂ. കൊമ്പിന് മുന്തിരിവള്ളിയിൽ വസിച്ചിട്ടല്ലാതെ സ്വയമായി കഴിപ്പാൻ കഴിയുകയില്ല. അതെ, യേശുക്രിസ്തുവാകുന്ന മുന്തിരിവള്ളിയോട് ചേർത്തൊട്ടിച്ചിരിക്കുന്ന കൊമ്പുകളാണ് നാം ആ മുന്തിരിവള്ളിയോട് ചേർന്നിരുന്നാൽ മാത്രമാണ് ഫലപ്രദമായ മുന്തിരി കഴിക്കുവാൻ നമ്മെ കൊണ്ട് സാധിക്കുകയുള്ളൂ. വീണ്ടും ആ കമ്പനിക്കാരൻ അതിനെ നോക്കി ആ യജമാനൻ വീണ്ടും ആ പെൻസിലിനോട് പ്രകാരം പറഞ്ഞു,
നീ ഒരു കാര്യം കൂടി അറിഞ്ഞിരിക്കണം. നീ കൂടുതൽ പ്രയോജനപ്പെടണമെങ്കിൽ നിന്നെ പലപ്പോഴും ആ ഉടമസ്ഥൻ ചെത്തി വെടിപ്പാക്കും. നിന്നെ വാങ്ങിക്കുന്നയാള് പലപ്പോഴും നിന്നെ ചെത്തി വെടിപ്പാക്കും. എങ്കിൽ മാത്രമേ നീ എപ്പോഴും ഷാർപ്പായിട്ടിരിക്കുകയുള്ളൂ. അതെ പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിലും നാം പ്രയോജനപ്പെടണമെങ്കിൽ നാം വെറുതെ ഇരുന്നാൽ കുറെ പ്രാവശ്യം ദൈവവേലയിൽ പ്രയോജനപ്പെട്ടു, അല്ലെങ്കിൽ നാം പലർക്കും പ്രയോജനമുള്ളവരായിരുന്നു. എന്നാൽ അങ്ങനെ മാത്രം ഇരുന്നാൽ നമ്മുടെ ആ പെൻസിലിൻ്റെ അറ്റം മുരടിച്ചു പോയതുപോലെ നമ്മുടെ ജീവിതം മുരടിച്ചു പോകും. ചിലപ്പോൾ ചില ചെത്തലുകൾ, ചില ചെത്തി വെടിപ്പാക്കലുകൾ നമ്മുടെ ജീവിതത്തിൽ നടക്കേണ്ടി വരും. ചെത്തി വെടിപ്പാക്കിയാൽ മാത്രമാണ് നമുക്ക് അധികം ഫലം കായ്ക്കുവാൻ കഴിയുള്ളൂ. അതെ, മുന്തിരി അധികം ഫലം കായ്ക്കേണ്ടതിന് ചെത്തി വെടിപ്പാക്കുന്നു. തൻ്റെ യജമാനൻ അതിനെ ചെത്തി വെടിപ്പാക്കുന്നത് അതിനെ നശിപ്പിക്കുവാനല്ല, കൂടുതൽ ഫലം കായ്ക്കുവാൻ വേണ്ടിയിട്ടാണ്. വീണ്ടും ആ ഉടമസ്ഥൻ, ആ വ്യവസായക്കാരൻ വീണ്ടും ആ പെൻസിലിനോട് ഇപ്രകാരം പറഞ്ഞു, നീ ഒരു കാര്യം കൂടി ഓർക്കണം. നിന്റെ പുറമേ കാണാൻ വളരെ ഭംഗിയുണ്ട്, വളരെ കളർഫുള്ളായിട്ട് നിന്നെ മനോഹരമായിട്ടാണ് സൃഷ്ടിച്ചിരിക്കുന്നത്. പക്ഷെ നീ ഒരു കാര്യം ഓർക്കണം, നിന്റെ പുറമേയുള്ളത് അല്ല പ്രയോജനമുള്ളത്, നിന്റെ അകക്കാമ്പിലാണ് പ്രയോജനം. അതെ, നമുക്കറിയാം പെൻസിലിൻ്റെ അകത്തുള്ള ആ ഗ്രാഫൈറ്റ് കൊണ്ട് മാത്രമാണ് എഴുതാൻ കഴിയുള്ളൂ. അതിൻ്റെ പുറമേയുള്ള മനോഹരമായ തടി കൊണ്ട് നിർമ്മിച്ചതായ ആ പുറം കവചം, പുറം ചട്ട കൊണ്ട് ഒരു പ്രയോജനവുമില്ല. ഇതുപോലെ തന്നെയാണ് നമ്മുടെ ജീവിതത്തിലും നമ്മുടെ ഇന്നർമാൻ, നമ്മുടെ അകമേയുള്ള മനുഷ്യൻ നാൾക്ക് നാൾ പുതുക്കം പ്രാപിക്കും തോറുമാണ് നാം പ്രയോജനമുള്ളവരായി തീർന്നത്. നമ്മുടെ പുറമേയുള്ള മനുഷ്യൻ മരിച്ച് അകമേയുള്ളവൻ നാൾക്ക് നാൾ പുതുക്കം പ്രാപിക്കുമ്പോൾ ആ അകമയുള്ള ഇന്നർമാൻ അവൻ വീണ്ടും അവൻ വീണ്ടും പുതുതായി പുതുക്കം പ്രാപിച്ച് അങ്ങനെ രൂപാന്തരപ്പെട്ട് വരുമ്പോഴാണ് നാമും പ്രയോജനമുള്ളവരായി തീരുന്നത്. വീണ്ടും ആ കമ്പനിക്കാരൻ ആ പെൻസിലിനോട് ഇപ്രകാരം പറഞ്ഞു, നീ ഒരു കാര്യം കൂടി അറിഞ്ഞിരിക്കണം. നിന്നെ എപ്പോഴും നല്ല മിനുസമുള്ള പേപ്പറിൽ മാത്രമേ എഴുതാവൂ എന്ന് നീ വാശി പിടിക്കരുത്. ചിലപ്പോൾ അത് വാങ്ങിച്ചയാൾ നിന്നെ പല പ്രതലങ്ങളിലും എഴുതിയെന്നിരിക്കാം. ചിലപ്പോൾ വളരെ റഫായ പ്രതലത്തിൽ നിന്നെ എഴുതിയെന്നിരിക്കാം. അപ്പോൾ നീ മറുത്തു പറയരുത്. അതേ പ്രിയപ്പെട്ടവരെ, പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ എല്ലാ സാഹചര്യങ്ങളും മിനുസമുള്ളതായിരിക്കണമെന്നില്ല. സാഹചര്യങ്ങൾ എപ്പോഴും അനുകൂലമായിരിക്കണമെന്നില്ല. പ്രതികൂലമായ സാഹചര്യങ്ങളിൽ കൂടി നാം കടന്നു പോകേണ്ടതുണ്ട്. അങ്ങനെ കടന്നു പോകുമ്പോഴും നമ്മെ സൃഷ്ടിച്ച സൃഷ്ടാവിനെ നാം ചോദ്യം ചെയ്യുന്നവരായിരിക്കരുത്. ആ സൃഷ്ടാവിന് നമ്മെക്കുറിച്ച് ഒരു ഉദ്ദേശമുണ്ട്. വീണ്ടും അവസാനമായി ആ മനുഷ്യൻ ആ പെൻസിലിനോട് ഇപ്രകാരം പറഞ്ഞു, നീ ഒരു കാര്യം കൂടി ഓർക്കുക. നിന്റെ തലയിൽ മനോഹരമായ ഒരു ഇറേസർ ഘടിപ്പിച്ചാണ് ഞാൻ നിന്നെ പറഞ്ഞയക്കുന്നത്. ജീവിതത്തിൽ എല്ലാം എപ്പോഴും ശരിയായിരിക്കുമെന്ന് വിചാരിക്കരുത്. എല്ലാം ശരിയായി മാത്രമേ പോകൂ എന്ന് വിചാരിക്കരുത്. ചിലപ്പോൾ പാകപ്പിഴകൾ വന്നേക്കാം, ചിലപ്പോൾ തെറ്റുകൾ വന്നേക്കാം. അപ്പോൾ നീ ഒരു കാര്യം ചെയ്യണം, നീ തിരുത്തുവാൻ തയ്യാറാകണം. ആ ഇറേസർ ഉപയോഗിച്ച് നീ അതിനെ മായ്ച്ചു കളയണം. എന്നിട്ട് തിരുത്തി പുതിയൊരു ജീവിതം, പുതിയത് എഴുതണം. അതെ, തെറ്റായി പോയത് കളഞ്ഞിട്ട് പുതിയതിനെ എഴുതുവാൻ നീ മനസ്സുള്ളവനായിരിക്കണം. നീ തിരുത്തുവാൻ തയ്യാറുള്ളവനായിരിക്കണം. പ്രിയ ദൈവമക്കളെ, അതെ പ്രിയ സഹോദരങ്ങളെ, നമ്മുടെ ജീവിതത്തിലും പാകപ്പിഴകൾ വന്നേക്കാം. ക്രിസ്തീയ ജീവിതം നയിക്കുന്നവരാണെങ്കിലും ചിലപ്പോൾ നമുക്ക് അറിഞ്ഞോ അറിയാതെയോ നമ്മുടെ ജീവിതത്തിൽ തെറ്റുകൾ സംഭവിച്ചേക്കാം. എന്നാൽ പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും ബോധ്യം വരുത്തുന്നവനായ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മുടെ ഉള്ളിൽ കുറ്റബോധം തരുമ്പോൾ, നമ്മുടെ ഉള്ളിൽ പാപബോധം തരുമ്പോൾ, നാം അത് അനുദപിച്ച് ഏറ്റുപറഞ്ഞ് നാം അതിനെ മാറ്റിക്കളയുവാൻ, തിരുത്തുവാൻ തയ്യാറുള്ളവരായിരിക്കണം. നാം അതിനെ തൂത്തുകളയുവാൻ ആ പെൻസിൽ ഇറേസർ ഉപയോഗിച്ച് അത് എഴുതിയതായ തെറ്റുകളെ തിരുത്തുന്നത് പോലെ നമ്മുടെ ജീവിതത്തിൽ വന്നതായ തെറ്റുകൾ തിരുത്തി പുതിയൊരു ജീവിതം മുന്നോട്ട് നയിക്കുവാൻ നാം മനസ്സുള്ളവരായിരിക്കണം. ഹല്ലേലൂയ. അതെ, നമ്മുടെ ഓരോ പ്രയാസഘട്ടങ്ങളിലും, നമ്മുടെ ഓരോ കഷ്ടത്തിൻ്റെയും ഞെരുക്കത്തിൻ്റെയും കാലങ്ങളിൽ നാം ദൈവത്തെ വിളിച്ചപേക്ഷിച്ചാൽ നമ്മെ കടന്നു പോകാത്ത, നമ്മെ മറികടന്നു പോകാത്ത നല്ലൊരു ദൈവം ജീവിക്കുന്നു, നല്ലൊരു കർത്താവ് ജീവിക്കുന്നു. ആ ഒരു പെൻസിലിനെ പോലെ നമ്മെ ചെത്തി വെടിപ്പാക്കി, നമ്മെ മിനുസമുള്ള പ്രതലത്തിലും അതുപോലെ റഫായിട്ടുള്ള പ്രതലത്തിലും നമ്മെ എഴുതി, നമ്മെ എപ്പോഴും ഷാർപ്പൻ ചെയ്ത് മിനുങ്ങിയ അമ്പായി തൻ്റെ പൂണിക്കുള്ളിൽ മറച്ചു വെച്ച് ഒളിച്ചു വെച്ച് തക്ക സമയത്ത് ഉപയോഗിക്കുന്ന നല്ലൊരു സൃഷ്ടാവാൻ ദൈവം, നമ്മെ സ്നേഹിക്കുന്ന സ്വർഗത്തിലെ അപ്പൻ, ആ കർത്താവാണ് നമ്മെ വിളിച്ചിരിക്കുന്നത്. അവൻ്റെ കരങ്ങളിൽ നമുക്ക് മെരുങ്ങുന്ന ആയുധങ്ങളായിരിക്കാം. അവൻ്റെ കരങ്ങളിൽ നമ്മെ സൃഷ്ടിച്ചവനോട് പരാതി പറയാതെ, പരിഭവപ്പെടാതെ, അവൻ്റെ സ്നേഹത്തിൻ്റെ ആഴമെന്തെന്നറിഞ്ഞ് അതിൻ്റെ നീളവും വീതിയും ഉയരവും എന്ന് തിരിച്ചറിയുവാൻ തക്കവണ്ണം നമ്മുടെ ഹൃദയങ്ങളെ ഏകാഗ്രമാക്കിക്കൊണ്ട് കർത്താവിലേക്ക് നമുക്ക് ചേർന്ന് വരാം. കർത്താവിൻ്റെ കരങ്ങളിലേക്ക് നമ്മുടെ ജീവിതം സമർപ്പിക്കാം. യേശുക്രിസ്തുവിൻ്റെ ധന്യമായ നാമം മാത്രം മഹത്വമെടുക്കുവാൻ ഇടയായി.
ഇടയാകട്ടെ. ദൈവത്തിന് സ്തോത്രം.